ഇന്നൊരു കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ? തട്ടിക്കൂട്ടി മെഴുക്കുരുട്ടിയാണെന്ന് പറയാട്ടോ. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്കുരുട്ടി. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കോവയ്ക്ക റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ചെറിയ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്, കട്ടി ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളത് മെഴുക്കുരുട്ടി ആയിട്ട് എടുക്കുമ്പം ഒരേ ടൈമിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. പിന്നെ ഒരു ഉള്ളി എടുക്കുക. ഉള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ഒരേ സൈസിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട്, വെളിച്ചെണ്ണ ഒരു മെഴുക്കുരട്ടിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം യൂസ് ചെയ്യുന്നോ വെളിച്ചെണ്ണ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം, കടുക് നിർബന്ധമൊന്നുമില്ല, എൻ്റെ ഫേവറേറ്റ്, ഞാൻ എല്ലാത്തിലും തന്നെ കടുക് ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ വിട്ടെന്ന് മാത്രം. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഇടുക. ഉള്ളി ഇട്ടതിന് ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ തന്നെ ഉള്ളി വെക്കുകയാണ് എങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ എല്ലാം ഒരേ ടൈമിൽ തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും. നമ്മളൊരു ഓൾവേസ് എപ്പോഴും ഒരു ഗോൾഡൻ കളറിലാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത്. ആ ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിഞ്ച് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്കയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. മൊത്തം എല്ലാത്തിലും നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എണ്ണയും എല്ലാം നല്ല രീതിയിൽ ഇളക്കി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് അത് മൂടി വെക്കണം. ഉപ്പ് പാകത്തിന് ഇടണം, ഒത്തിരി ഇടരുത്. മെഴുക്കുരട്ടിക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ഉപ്പിടുക. പിന്നെ മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ബിക്കോസ് നമ്മൾ അതിലൊത്തിരി വേവാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ആവിയിലിരുന്ന് തന്നെ വേവണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. സോ നമ്മൾ മൂടി വെച്ചിട്ടുള്ള മെഴുക്കുരട്ടി ഇടയ്ക്കൊന്ന് നോക്കുക, പാകമായോ വെന്തോ എന്ന് നോക്കിയതിന് ശേഷം എഗെയിൻ മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ്സ് ഗ്യാപ്പിൽ അതെടുത്ത് വേണം നമ്മളത് ചെക്ക് ചെയ്തിട്ട് വേണം വെന്തോ ഇല്ലയോ എന്ന് കൺഫേം ആക്കാനായിട്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കോവയ്ക്ക മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ടാകും. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കോവയ്ക്ക വെന്തിട്ടില്ല എങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു 2 മിനിറ്റ്സിലേക്ക് ഒരു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെഴുക്കുരട്ടി റെഡി.